പ്രമോദേട്ടാ, നമ്മൾ ഇന്ന് എന്ത് സ്റ്റോറി എടുക്കും? യക്ഷഗാനം നോക്കിയാലോ? എന്താന്നറിയോ? അഖിലേട്ടനറിയോ? എന്തോ അടിയത്? അപ്പൊ ആർക്കും അറിയില്ല. നമുക്കെന്നാ യക്ഷഗാനം തന്നെ ഇന്നെടുക്കാം. വണ്ടി നേരെ കരുവന്നൂർ പുഴയിലേക്ക് വിട്ടോ. ಪತಿಯಂದ ಮೋಕ್ಷದಾಯಕಿಯೇ ಕಳನಾನಿ ಕೊಂದ ಕಾರಣ ആട്ടം മാത്രമല്ല, പാട്ടുമുണ്ട്. കാണുമ്പോൾ കഥകളി പോലുണ്ടേലും ഇനം കഥകളിയുമല്ല, കന്നഡ ഇനമായ ഒരു കലാരൂപമാണ്. ಕ್ಷಿತಿಬಲಾಲಿದು ಇಂದು ಮತಿ ಭಟ್ಟನದಲ್ಲಿ ಚೈತ್ಯಪತಿ ಮುರ ನಿಟ್ಟನೋಲಗ ಮುದದಲ್ಲಿ. നൃത്തവും അഭിനയവും സാഹിത്യവും സംഗീതവുമെല്ലാം ചേർന്ന യക്ഷഗാനത്തിന് 400ഓളം വർഷത്തെ പഴക്കമാണുള്ളത്. കാസർഗോഡ് മുതൽ വടക്കോട്ടുള്ള കൊങ്കൺ തീരങ്ങളിലുമാണ് ഇത് ഇപ്പോഴുമുള്ളത്. ഇതൊരു അടുത്തൊരു കലാരൂപമാണ് അവിടെ. പ്രൊഫഷണൽ യക്ഷഗാനമാണ് അവിടെ. കുറേ ടീമുണ്ട് അവിടെ, കുറേ ഗ്രൂപ്പുണ്ട്. ഇത് ക്ഷേത്രകലയാണ് മെയിൻ. എല്ലാ ക്ഷേത്രത്തിലും ഓരോരു ട്രൂപ്പുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലായെങ്കിൽ ഇതിന് ഒരു രാത്രി ഒരു 9:30 തുടങ്ങിയെങ്കിൽ രാവിലെ 5:30 മണിയോടുള്ള പ്രോഗ്രാമിങ് നമ്മൾ ആകെ അരമണിക്കൂറിൽ പിള്ളേർക്ക് കോമ്പറ്റീഷൻ പ്രകാരം ഞങ്ങൾ കൊടുത്തത്. കന്നഡ ഇപ്പോൾ മലയാളത്തിൽ വന്നത് കാസർഗോഡ് കർണാടക മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കേരള. ഇപ്പം നേരിട്ട് കണ്ട് മനസ്സിലായില്ല എന്താണ് യക്ഷഗാനം എന്നുള്ളത്. പോയാലോ? പ്രമോദേട്ടാ, പോവാലോ.